ഹേ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ സ്പാനിഷ് ലീഗ് ഗാർഡിയൻസ് അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് ഓൾറെഡി വരാൻ പോകുന്ന എപ്പിക്കിനെ പറ്റി ഒരു ചാർട്ട് ഇതുണ്ട്. അപ്പോൾ ഓൾറെഡി എന്താ പറയുക, നമുക്ക് ഇന്ന് വ്യാഴാഴ്ച ഉറപ്പായിട്ടും വരുന്ന വ്യാഴാഴ്ച ഉറപ്പായിട്ടും ലൈവ് സെറ്റ് ആക്കണം. ഏകദേശം ഒരു 11 മണി തൊട്ട് ഞാൻ ലൈവ് സെറ്റ് ആക്കാമെന്നാണ് വിചാരിക്കുന്നത്, രാവിലെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് എന്താ പറയുക, ഒരു 8 മണിക്കാകുമ്പോഴത്തേനും എന്തായാലും ഗൈസ് ലൈവ് സെറ്റ് ആക്കണം, കാരണം നൈറ്റില്ല ലൈവ്. അപ്പോൾ ഗൈസ് എന്താ പറയുക, നമുക്ക് ഇന്ന് അങ്ങനെ നമ്മുടെ എപ്പിക് പാക്കുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ റോബോട്ടോ കാർലോസ് ആയാലും എഡ്മിൽസൺ ആയാലും അതുപോലെ തന്നെ ആൽബർട്ട് ഫെറർ ആയാലും അങ്ങനെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നതിന് ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. ഓക്കെ, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിന്ന് ചെയ്യാൻ പോണേ എന്താ പറയുക, ഒരു 100 ട്രൈ കിട്ടുന്നത് തന്നെ ട്രിക്കാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമുക്കിപ്പോൾ ഓൾറെഡി നിങ്ങൾക്കറിയാം നമ്മുടെ MSN പാക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് എന്താ പറയുക, ഞാൻ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗൈസ് ഓൾറെഡി പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ബ്ലാക്ക് ഫ്രൈഡേ ക്യാമ്പയിൻ അല്ലാണ്ട് നമുക്ക് ഓൾറെഡി ലോഗിൻ ബോണസ് വേറെ ഒരെണ്ണം തരുന്നുണ്ട്. അപ്പോൾ മെയിൻ്റെനൻസ് ആയാലും പിന്നെ അപ്ഡേറ്റിന്റെ കാര്യങ്ങൾ കൂടുതൽ പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ അതിനെപ്പറ്റി പറയുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ എന്തെങ്കിലും വേറെ ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമില്ല, ഞാൻ ഓൾറെഡി കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടതാണ്. നമ്മുടെ ഡിവിഷൻ മാച്ച് ആണോ ഞായറാഴ്ച ഞാൻ എന്താ പറയുക അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് അതിനെപ്പറ്റി ഒന്ന് കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളത് നമ്മുടെ ഫ്രണ്ട്ലി മാച്ച് നമുക്ക് എന്തായാലും സെറ്റ് ആക്കണം. ഞാൻ ഓൾറെഡി ഇന്നലെ കുറച്ച് പേരോട് കളിച്ചു. അപ്പം വേറെ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ട്രിക്ക് സെറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു കാർഡ് എന്ന് പറയുമ്പോൾ നൈസ് കാർഡാണ്. കാരണം ഓൾറെഡി എന്താ പറയുക അത്യാവശ്യം നല്ലൊരു കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ ഫസ്റ്റ് തന്നെ നമ്മുടെ ഇതാ ജസ്റ്റ് ഗെയിം പ്ലാൻ ഒരു ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ നമ്മുടെ നൈഫ് അഗ്വാഡേനെ എടുത്തിട്ടുണ്ട്. ഈ ഒരു പ്ലെയറിനെ ബിൽഡപ്പ് ഒക്കെ ലോങ് ബോൾ എക്സ്പേർട്ട് ആണ്. അപ്പോൾ ഏകദേശം പ്രൊബബിലിറ്റി കൂടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാർഡ് തന്നെ എടുക്കുന്നത്, നൈഫിനെ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് 100 കോയിന് ഉറപ്പായിട്ടും പരീക്ഷിക്കാവുന്നതാണ്. കാരണം MSN പാക്കിന്റെ കൂടെ തന്നെ ഈ ഒരു എപ്പിക് അടിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലതല്ലേ. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യാൻ 2 വട്ടം. അതിനുശേഷം കഴിച്ച് ഞാനിതാ നമ്മുടെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ഡാനി വിവിയനെ എടുക്കുന്നു. ജസ്റ്റ് അവനെ ഇതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഞാനിത് പ്രൊബബിലിറ്റി കൂടാൻ വേണ്ടിയിട്ടാട്ടോ കഴിച്ച് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം കഴിച്ച് ഞാനിതാ ജസ്റ്റ് നമ്മുടെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട്, അതായത് ഞാൻ എന്താ വെച്ചാൽ കുറച്ച് നേരം അതുമായി ബന്ധപ്പെടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ബാക്കോട്ട് വരികയാണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ക്യാൻസൽ ചെയ്ത് കളയാണ് 1 ടൈം. ഓക്കെ, ഒരൊറ്റ ടൈം മാത്രമേ ക്യാൻസൽ ചെയ്യുന്നു. അതിനുശേഷം ഡീറ്റെയിൽസ് നോക്കുകയാണ്. ജസ്റ്റ് അവരെ 5 സ്റ്റാർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഇത് ഈ വീഡിയോ കാണുന്നത് തന്നെ നിങ്ങളും ചെയ്യുക. അതിനുശേഷം കഴിച്ച് ഞാൻ വീണ്ടും വരികയാണ്. അതിനുശേഷം കഴിച്ച് ഞാനിതാ നമ്മുടെ ആൽബർട്ട് ഫെററിനെ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാം നിങ്ങൾക്ക് ആർക്കൊക്കെ കിട്ടിയെന്ന്. ഓക്കെ, ആൽബർട്ട് ഫെററിനെ എടുക്കുന്നു. അത്യാവശ്യം നല്ല എന്താ കമ്മ്യൂണിറ്റി പോസ്റ്റിലായാലും അല്ലാണ്ടും പറയുന്നുണ്ട് റോബോട്ടോ കാർലോസ് അത്യാവശ്യം നല്ല കാർഡാണ് കേട്ടോ വൈസ്. ഓക്കെ, സിസർ പോയിന്റ് ഒക്കെ ഉണ്ട്, ഫൈറ്റിംഗ് സ്പിരിറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ല കാർഡാണ് ഗൈസ്, കാരണം കിടലിനൊരു കാർഡാണ്, കാരണം നമ്മുടെ വാർസാൻ്റെ തന്നെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനിതാ അതിനുശേഷം നമ്മുടെ റൊട്ടേറ്റ് ഒരു ഒറ്റ വട്ടം ചെയ്യുന്നു, ഒറ്റ വട്ടം കേട്ടോ ഗൈസ്. ഓക്കെ, അതിനുശേഷം ഗൈസ് ഞാനിതാ നമ്മുടെ എന്താ പറയുക ജസ്റ്റ് 100 കോയിൻ എടുക്കുന്നു. അത് കുറച്ച് നേരം ലേശം സെക്കൻഡ് വെച്ചതിന് ശേഷം എന്താ പറയുക ക്യാൻസൽ കളയാണ്, കാരണം വേറെ നല്ല പ്രൊബബിലിറ്റി കൂടാൻ വേണ്ടിയിട്ടാണ്. 2 വട്ടം അങ്ങനെ ചെയ്യുന്നു. അതിനുശേഷം ഞാനിതാ റോബോട്ടോ കാർലോസിനെ എടുക്കുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ബാക്ക് വരുന്നു ഗൈസ്. ഓക്കെ, അതിനുശേഷം ഒന്നുകൂടെ ക്യാൻസൽ ചെയ്യുന്നു. പിന്നെ എഡ്മിൽസിനെ എടുക്കുന്നു. എഡ്മിൽസിനെ എടുത്തതിന് ശേഷം വീണ്ടും അതേപോലെ കളയുന്നു ഗൈസ്. ഓക്കെ, അതിനുശേഷം ഞാനിതാ 100 കോയിൻ ഇടാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ് ഉറപ്പായിട്ടും കിട്ടുന്നൊരു പ്രതീക്ഷ. എന്തായാലും നമുക്ക് നോക്കാം. ഹിയർ വി ഗോ. ഇറ്റ്സ് എപ്പിക് ഓർ നോട്ട്? ഇറ്റ്സ് എപ്പിക് അല്ല ഗൈസ്, പക്ഷേ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. കാരണം പ്രൊബബിലിറ്റി കൂടുന്ന ഒരു ടൈപ്പിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് 1-2 ട്രൈയിൽ ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ഒരു പ്ലെയർ എന്ന് വെച്ചാൽ നമ്മുടെ ഫോർണൽസ് ആണ്. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പബ്ലോ ഫോർണൽസ് 3 സ്റ്റാർ പ്ലെയർ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ ഈ ഒരു ട്രിക്ക് സെറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും എന്താ പറയുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഉറപ്പായിട്ടും നിങ്ങൾ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. ഓക്കെ, അതുപോലെ എന്താ പറയുക ലൈവിൽ നമ്മൾ സെറ്റ് ആക്കുന്നതാണ്. അപ്പോൾ എന്താ പറയുക ഗൈസ് ഉറപ്പായിട്ടും ഇങ്ങനൊരു കളർ കത്തി, എന്തെങ്കിലും പച്ച ഉറപ്പായിട്ട് അടുത്തേക്ക് കത്തും. അപ്പോൾ ഗൈസ് എന്താ പറയുക ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും നിങ്ങൾ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം, കാരണം നമുക്ക് ഇനി ഗീവ് അവേയും കാര്യങ്ങളൊക്കെ നടത്താനുണ്ട്. അപ്പോൾ കോയിൻ റെഡീം കോഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ. ഓക്കെ, ബൈ ഗൈസ്.